പ്രവാചകന്റെ ഒരു വചനമുണ്ട്, കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. ആ വചനത്തിന് അർത്ഥം ഇതേ ഉള്ളൂ, നിങ്ങൾ ഓരോ ആളും ഓരോ ഇടങ്ങളിലും ഉത്തരവാദിത്വമുള്ളവരാണ്. നിങ്ങൾ ഓരോ ഉത്തരവാദിത്വവും ചോദ്യം ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ എന്താ പ്രൊയാക്റ്റീവ് ആവേണ്ട ആവശ്യം? എന്താ പ്രൊയാക്റ്റീവ് ആകുമ്പോ ശേഷമല്ല അയാൾ ആലോചിക്കുക. ഓരോ ഇടങ്ങളിലും ഭയങ്കര ഉണ്ടല്ലായിരിക്കും സാഹചര്യങ്ങൾ മനസ്സിലാക്കി എന്താ രണ്ട് കാണിച്ചത് രണ്ടും ഇത് ഇപ്പോഴും തുറക്കാൻ പ്രശ്നം. അതിനെ നേരത്തെ കുളിക്കുക വെച്ചാൽ ഗ്യാസ് ഇപ്പോഴും വല്ലാണ്ടിരിക്കുന്നുണ്ടാവും, പുറത്തേക്ക് ഒഴുകും, വഴിഞ്ഞൊഴുകും, അത് ചുറ്റുഭാഗത്ത് പ്രശ്നം ഉണ്ടാക്കും. ആ കുപ്പിവെള്ളമോ ശുദ്ധമായ ജലമോ ആ പ്രശ്നമില്ലാതെ എത്ര കുലുക്കിയാലും അല്ലെ, നിങ്ങൾ എന്നെ എത്ര കുലുക്കിക്കോളൂ, എത്ര ഷെയ്ക്ക് ചെയ്തോളൂ, ഞാൻ നിങ്ങൾ എത്ര ഷെയ്ക്കിയതിനു ശേഷവും തുറക്കപ്പെട്ടാൽ പഴയതുപോലെ നിൽക്കുമെന്ന ഉറപ്പ് ഈ കുപ്പിവെള്ളം നൽകുന്നുണ്ട്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷേ നമ്മൾ ഇതേ സ്ഥാനത്ത് സോഡയാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഇതേപോലെ ഗ്യാസ് നിറച്ചൊരു സാധനമാണെങ്കിൽ ഇത് നമ്മൾ കുലുക്കിയിട്ട് തുറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചുറ്റും ആൾക്കാർ ഒന്ന് മാറിക്കും ബാക്കോട്ടേക്ക്. കാരണം എന്താ പ്രശ്നമാവും, ഡ്രസ്സിലാവും. പ്രോആക്റ്റീവ് എന്ന് ഉദ്ദേശിച്ചതാണ്. ഇതല്ല ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. ഒരു കുപ്പിവെള്ളം ശുദ്ധമായ പോയപ്പോ ചില ക്യാമ്പുകളിൽ ആ സാധനം തന്നെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് SPs ഒക്കെ ആ ക്യാമ്പിൽ കൃത്യമായി ഈ സാധനം പറയുന്നുണ്ട് ഇത് പരിശീലിപ്പിക്കണമെന്ന് വ്യക്തിത്വ രൂപീകരണത്തിന്റെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ തിരിച്ചു വരാം. വന്നത് പ്രോ ആക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങൾക്കപ്പുറത്തേക്ക് നമ്മളായി നിൽക്കാതെ നമുക്ക് കഴിയണം. ലീഡർ ആകുമ്പോൾ ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടും. ചില ആൾക്കാരൊക്കെ സെക്രട്ടറി ആവാൻ ഞാൻ ശരിയാണ്, ഞാൻ റെഡിയാണ്, പക്ഷെ പ്രസിഡന്റ് ഞാൻ റെഡിയാണ്, നേതാവാക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷെ ആളുകൾ വന്ന് പരാതി പറയുമ്പോൾ അത് തന്മയത്വത്തോടെ കേൾക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതിന് വേണ്ടുന്ന രീതിയിലുള്ള പരിഹാരം പറയാൻ എനിക്ക് പലപ്പോഴും കഴിയുന്നില്ല. ചിലപ്പോൾ പരിഹാരമൊന്നും വേണ്ട, നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് ആകെ വേണ്ടത് അവരെ പ്രശ്നങ്ങളൊന്ന് കേട്ടുകൊടുക്കുക മാത്രമാണ്. പലർക്കും പരിഹാരം ഒരു ആവശ്യമില്ല. പക്ഷേ പരിഹാരം നിങ്ങൾ ചോദിക്കുന്നില്ല, അവർ ആകെ ആവശ്യപ്പെടുന്നത് ഒന്നെന്നെ കേൾക്കുമെന്നാണ്. എന്റെ ഈ പ്രശ്നങ്ങളൊന്ന് കേൾക്കുമോ, ഒരാളെങ്കിലും കേട്ടാൽ എനിക്കൊരു ആശ്വാസമാണെന്നാണ്. വീട്ടുകാരികൾക്കാണ് ഈ കൂടുതൽ വിഷയങ്ങൾ പലപ്പോഴും കണ്ടത്. ഒരാൾ കേൾക്കുന്നതിന്റെ കൂടുതൽ സൗകര്യങ്ങളെ ആഗ്രഹിക്കുന്നവരവരാണ്. നമ്മൾ പലപ്പോഴും മെയിൽ ആൻഡ് ഫീമെയിൽ സൈക്കോളജി വ്യത്യാസമുണ്ട് അല്ലേ അസർഫാഷ്? മെയിൽ സൈക്കോളജി